നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറലൈസേഷൻ ഓഫ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഇസഡ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ ഒരു പ്രൊപ്പോസിഷനും കണ്ടു. അതായത് നമ്മൾ ഒരു കോൺഗ്രുവൻസ് മോഡുലോ എൻ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഇസഡിൽ നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആയിരുന്നു എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നത്. സോ കോൺഗ്രുവൻസ് ക്ലാസ് എന്താണെന്നുള്ളതും ആ കോൺഗ്രുവൻസ് ക്ലാസ് വെച്ചിട്ട് എങ്ങനെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാം, മാനിപ്പുലേഷൻ, കോൺഗ്രുവൻസ് ക്ലാസ്സിലുള്ള മാനിപ്പുലേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനും നമ്മൾ കണ്ടിരുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് കൂടുതൽ പറയാനുള്ളത്. ഓക്കെ, അടുത്ത ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഇസഡിൻ്റെ മാനിപ്പുലേഷൻസ്, ഈ തരത്തിലുള്ള ഓപ്പറേഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് ഒരു മേജർ ഡെഫിനിഷൻ എനിക്ക് പറയേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ AN എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ്, AN എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡിലുള്ള ഒരു കോൺഗ്രുവൻസ് ക്ലാസ് ആണ് AN ആൻഡ് BN. രണ്ട് കോൺഗ്രുവൻസ് ക്ലാസ് എടുക്കുകയാണ് മോഡുലോ എൻ എന്ന് പറയുന്നത്. ഇതിനർത്ഥം എന്താണ്? എന്നുകൊണ്ട് ഏതൊരു ഇൻറ്റിജറിനെയും എന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എയിനോട് ഇക്വലൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ തന്നെയാണെങ്കിൽ വി വിൽ സേ ഇറ്റ് ടു ബി കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ എൻ, എ കോൺഗ്രുവൻ മോഡുലോ എൻ, അല്ലെങ്കിൽ AN എന്ന് നമ്മൾ വിളിക്കുന്നു. അതേപോലെ ബി ആണ് റിമൈൻഡർ എങ്കിൽ, അല്ലെങ്കിൽ ബിയുടെ സെയിം റിമൈൻഡർ ആണെങ്കിൽ നമ്മൾ BN എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കോൺഗ്രുവൻസ് ക്ലാസ്സുകളുടെയും കളക്ഷനെയാണ് നമ്മൾ ഇസഡൻ എന്ന് പറഞ്ഞ് വിളിക്കുക. ഓക്കെ, സോ ഇതിലുള്ള ഓപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. AN പ്ലസ് BN എന്ന് പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്? ഞാൻ ഡിഫൈൻ ചെയ്തിരുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു A പ്ലസ് BN ആണ്. അതായത് A പ്ലസ് B എന്ന് പറയുന്ന നമ്പറിനെ എന്നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതിനോട് ഇക്വലൻ്റ് ആണ്. അതേപോലെ AN ഇൻറ്റു BN എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കോൺഗ്രുവൻസ് ക്ലാസിൻ്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു ABN എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന ഓപ്പറേഷൻ, ജനറലൈസേഷൻ ഓഫ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഇസഡൻ. അപ്പോൾ ഇസഡനിൽ നമ്മൾ ഇസഡൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് ക്ലാസ്, ഇൻറ്റിജർ മോഡുലോ എൻ ക്ലാസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കാണുന്നത്. അതിലെ രണ്ട് ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഇതാണ്. രണ്ട് കോൺഗ്രുവൻസ് ക്ലാസ് ANഉം BNഉം നമ്മൾ എടുത്തു. ആ ANഉം BNഉം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0n കിട്ടുകയാണെങ്കിൽ, അതായത് 0നോട് ഇക്വലൻ്റ് ആയിട്ടുള്ള കോൺഗ്രുവൻസ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ, 0n എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 0 എന്ന് പറയുന്ന വാല്യൂ റിമൈൻഡർ ആയിട്ട് വരുന്ന കേസാണ് 0n എന്ന് പറയുന്നത്. സോ 0nനോട് ഇക്വലൻ്റ് ആണ് ANഉം BNഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0nനോട് ഇക്വലൻ്റ് ആണെങ്കിൽ വി സേ BN ടു ബി ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് AN. ഓക്കെ, BNനെ നമ്മൾ എന്ത് പറയും? അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് AN എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് സാധാരണഗതിയിൽ അഡിറ്റീവ് ഇൻവേഴ്സ് നമ്മൾ പറയുന്നത് 1 + -1 = 0. ഇതേ ഇൻവേഴ്സ് ആണ് നമ്മൾക്കിവിടെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്, നെഗറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ 1 + -1 = 0 എന്ന് പറയുന്ന അതേ ഓപ്പറേഷൻ, അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ തന്നെയാണ് അതുപോലെ അതിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ദാറ്റ് ഈസ് AN and BN, if you are adding, we will get the congruence class 0n എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ BN is said to be the additive inverse of AN, or in other words we can write BN to be, BNനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇറ്റ് ഈസ് ഈക്വൽ ടു -AN എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. -AN എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ മാത്രമാണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ 1 + -1 = 0 ആയത് കാരണം -1 എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ കൊടുക്കുന്നു. അതുപോലെ ഒരു നൊട്ടേഷനാണ് BN എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് AN ഹാസ് എ നെഗറ്റീവ് ഓർ അഡിറ്റീവ് ഇൻവേഴ്സ് ഇഫ് AN പ്ലസ് -AN ഈസ് ഈക്വൽ ടു 0n എന്ന് പറയുന്ന ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളതിനെ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് AN, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമുക്ക് കോൺഗ്രുവൻസ് ക്ലാസ്സിൽ പറയാൻ സാധിക്കുമെങ്കിൽ ഇതിനെ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് AN എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി എനി ക്ലാസ്, ഒരു ക്ലാസ് തന്നെയായിരിക്കും, അതിലേതെങ്കിലും ഒരു ക്ലാസ് തന്നെയായിരിക്കും. ഓക്കെ, നമ്മൾക്ക് എക്സാമ്പിളുകൾ കാണുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും. നമുക്ക് നേരെ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ Z3 എടുത്തു എന്ന് വിചാരിക്കുക. Z3 നമ്മൾ ഓൾറെഡി നമുക്കറിയാം, Z3യിലുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത്, കോൺഗ്രുവൻസ് ക്ലാസ് എന്ന് പറയുന്നത് 0n, പിന്നെ 1n,
പിന്നെ 2n, അങ്ങനെ n-1 n വരെയാണ് നമ്മുടെ കോൺഗ്രൻസ് ക്ലാസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് 1n-ഉം 2n-ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ what will you get? 1n plus 2n. 1n-ഉം 2n-ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ what will be the answer? By definition, additionന്റെ definition കൊണ്ട് it is equal to 1 plus 2n ആണ്. And 1 plus 2n is 3n. 3n എന്ന് പറയുന്നത് എന്താണ്? 3നെ n കൊണ്ട് n ഇവിടെ എന്താണ്? 3 ആണ്. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ദാറ്റ് ഈസ് 0. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0, 3. ഓക്കെ, സോ ഇവിടുത്തെ n എന്ന് പറയുന്നത് 3 ആയത് കാരണം നമ്മുടെ 3n എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രൻസ് ക്ലാസ് മോഡുലോ 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0 കോൺഗ്രൻസ് ക്ലാസ് മോഡുലോ 3 തന്നെയാണ്. ബിക്കോസ് നമുക്ക് 0നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ തന്നെയാണ് 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് കാരണം വി ക്യാൻ കോൾ 2 മോഡുലോ 3 ദ ക്ലാസ് 2 മോഡുലോ 3 ടു ബി ദ ഇൻവേഴ്സ് ഓഫ് 1 മോഡുലോ 3. Okay, so additive inverse of 1 modulo 3 is 2 modulo 3. ഇതുപോലെ തന്നെ vice versa, the inverse of 2 modulo 3 is 1 modulo 3 because 2 plus 1 equal to 3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ജസ്റ്റ് ഒരു ഇന്റർചേഞ്ച് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മൾക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു പ്രോപ്പർട്ടീസുകൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിരുന്നു. നമുക്ക് ഓരോ പ്രോപ്പർട്ടീസുകൾ പറയാനുണ്ട് ഈ ഒരു ZNന്റെ. നമുക്ക് ആദ്യം പറയാനുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലായ്പ്പോഴും ഇൻവേഴ്സ് ഈസ് ഓൾവേസ് യൂണിക്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി, ഈസ് ഓൾവേസ് യുണീക്ക്. എല്ലായ്പ്പോഴും അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. നമുക്ക് അത് പ്രൂവ് ചെയ്യാനാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രൂഫ് പറയാനാണെങ്കിൽ എല്ലായ്പ്പോഴും യുണീക്ക് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാൻ നമുക്കൊരു മെയിൻ മെത്തേഡ് ഉണ്ട്. വി ഹാവ് എ മെത്തേഡ് ടു ഷോ ദാറ്റ് സംതിങ് ഈസ് യുണീക്ക്. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിനർത്ഥം എന്താണ്? ഒറ്റൊരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ആ വാക്കിനർത്ഥം, അല്ലേ? അപ്പോൾ യുണീക്ക് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഒരൊറ്റൊരെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഒന്നിൽ കൂടുതലില്ല. അപ്പൊ സപ്പോസ് നമുക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. അതാണ് യുണീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ എടുത്താൽ അങ്ങനെ ഒരു കേസ് സംഭവിക്കില്ല. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കേസുകൾ എടുത്താൽ അത് എന്തായിട്ട് വരും? അത് രണ്ടും ഈക്വൽ ആയിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് യുണീക്ക് എന്ന് പറയുന്ന ഒരു കാര്യം. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലുള്ളതാണെങ്കിലും ഏത് കേസിലാണെങ്കിലും if you need to prove something is unique, we case this criteria. That is, we will take a case where there is more than one cases or more than one condition. എന്താണോ നമുക്ക് കാണിക്കാനുള്ളത് അതൊന്നിൽ കൂടുതൽ ഉണ്ടെന്ന് നമ്മൾ എടുക്കും. എന്നിട്ട് we will arrive at a conclusion that these two are equal. We will sometimes get a contradiction or sometimes arrive at a conclusion that these two are equal. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കാനുള്ളത് എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് ഇസ് ഓൾവേസ് യുണീക്ക് എന്ന് പറയുന്നതാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തെടുക്കും? അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ്. നമുക്ക് സപ്പോസ് വി ആർ ഹാവിംഗ് എ കോൺഗ്രുവൻസ് ക്ലാസ് an, and we take that there are 2 additive inverses. നമുക്ക് 2 അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. bn എന്ന് പറയുന്ന അഡിറ്റീവ് ഇൻവേഴ്സും cn എന്ന് പറയുന്ന അഡിറ്റീവ് ഇൻവേഴ്സും ഉണ്ടെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് for the modulo class or integer modulo class an, that is a മാത്രം റിമൈൻഡർ ആയിട്ട് വരുന്ന ക്ലാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലാസ്സിന്റെ 2 ഇൻവേഴ്സുകളാണ് bnഉം cnഉം നമ്മൾ എടുക്കുകയാണ്. പക്ഷേ bnഉം cnഉം എന്തായിട്ട് വരും? ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, we have the proper definition of additive inverse. So we have an plus bn is equal to 0n. This is the definition of additive inverse. And similarly, an plus cn is equal to 0n by the definition of additive inverse. So bn and cn are additive inverses. So we have an plus cn is equal to 0n and bn plus cn is equal to 0n. So an plus bn is equal to 0n എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? an plus bn is equal to 0n എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് an plus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a plus b എന്ന് പറയുന്ന n എന്ന് പറയുന്നതും 0n എന്ന് പറയുന്നതും സെയിം ആണ്, അല്ലേ? a plus b n എന്ന് പറയുന്നതും 0n എന്ന് പറയുന്നതും സെയിം ആണ്. അതേപോലെ തന്നെ നമുക്ക് an plus cn is equal to 0n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? a plus cയുടെ എന്നും or a plus c കോൺഗ്രുവൻസ് ക്ലാസ്സും അതേപോലെ തന്നെ 0 കോൺഗ്രുവൻസ് ക്ലാസ്സും രണ്ടും സെയിം ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? we have this definition. By definition of
additive inverse, we have a plus b n is equal to 0n and a plus c n is equal to 0n. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? a plus b നെ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. അതേപോലെ തന്നെ a plus c നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. സോ ഡെഫിനേഷൻ ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ് അല്ലെങ്കിൽ കോൺഗ്രുവൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? a plus b is congruent to 0 mod n എന്ന് എഴുതാൻ സാധിക്കും അല്ലേ? കാരണം ബൈ കോൺഗ്രുവൻസിന്റെ ഡെഫിനേഷൻ കൊണ്ട് എന്താണ്? a plus b നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു എന്ന് പറയുന്നതിനെ എഴുതുന്നതാണ് ഇങ്ങനെ. കോൺഗ്രുവൻസിൽ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് അല്ലേ? a plus b നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഇതാണ് എന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ a plus c നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് this case can be written as a plus c is congruent to 0 mod n. ഇത് രണ്ടും നമുക്ക് എഴുതാൻ സാധിക്കും ബൈ ഡെഫിനിഷൻ ഓഫ് മോഡുലസ് ഓർ കോൺഗ്രുവൻസ് ക്രൈറ്റീരിയൻ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വലന്റ് ആണ്, അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം 0 mod n നോട് കോൺഗ്രുവന്റ് ആണ്. or we can say that a plus b is congruent to a plus c mod n അല്ലേ? If by definition of or by the property of congruence, by transitive property of congruence, if a congruent to b mod n and b congruent to c mod n, then a congruent to c mod n എന്ന് പറയുന്ന ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കോൺഗ്രുവൻസ് കൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഈ രണ്ട് ഡെഫിനേഷൻസിനെ അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എഴുതാൻ സാധിക്കും. എഗെയിൻ എ എന്ന് പറയുന്നത് a plus b congruent to a plus c mod n can be written as b congruent to c mod n അല്ലേ? ഇങ്ങനെ എഴുതാൻ സാധിക്കും അല്ലെ? b congruent to c mod n എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. a എന്ന് പറയുന്നത് that is again by the definition of or property of congruence. so b congruent to c mod n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? b നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും c നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും സെയിം ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? b നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈസ് c, or c നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈസ് b. or by definition of congruence class we can write this as bn is equal to cn. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? b നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിന്റെ കളക്ഷനും c നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിന്റെ കളക്ഷനും സെയിം ആണ്. ബിക്കോസ് ഇഫ് യു ആർ ഡിവൈഡിംഗ് വിത്ത് dividing b with n, you will get remainder c, or if you are dividing c with n, you will get remainder b. അപ്പൊ അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡുലോ എന്നിലുള്ള ബിയുടെ ഗ്രൂപ്പും സിയുടെ ഗ്രൂപ്പും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു കോൺഗ്രുവൻസ് ക്ലാസ് എന്ന് പറയുന്നതിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വെൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഇങ്ങനെ വേറിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ബി കോൺഗ്രുവന്റ് സി മോഡ് എൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിയും സിയും ഒരൊറ്റ ടീമിലാണുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരിക്കലും സിനെ നമുക്ക് ഇവിടെ വേറെ എടുത്തിട്ട് നിർത്താൻ പറ്റില്ല. ഓക്കെ, എ പ്ലസ് ബി എന്ന് പറയുന്നതും എ പ്ലസ് സി എന്ന് പറയുന്നതും ഒരൊറ്റ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് എ പ്ലസ് ബി എങ്കിൽ ഇവിടെയാണ് എ പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കോൺഗ്രുവന്റ് ടു സി മോഡ് എൻ എന്ന് എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ ബിയും സിയും ഒരൊറ്റ ഗ്രൂപ്പിലാണ്. ഇത് വേറൊരു ഗ്രൂപ്പാണ്, ഇത് വേറൊരു ഗ്രൂപ്പാണ്. അങ്ങനെ നമ്മളുടെ കോൺഗ്രുവൻസ് ക്ലാസിന്റെ ഗ്രൂപ്പിംഗ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. അപ്പൊ ബിയും സിയും ഒരൊറ്റ കോൺഗ്രുവൻസ് ഗ്രൂപ്പിലാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഇൻറ്റീജേഴ്സിനെ നിർത്തുകയാണെങ്കിൽ ബിയും സിയും ഒരേ ഗ്രൂപ്പിൽ തന്നെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി എന്നും സി എന്നും ഈക്വൽ ആണ്. അല്ലെങ്കിൽ ബിയുടെ കോൺഗ്രുവൻസ് ക്ലാസും സിയുടെ കോൺഗ്രുവൻസ് ക്ലാസും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഒന്നിൽ കൂടുതൽ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി എന്നും സി എന്നും ഈക്വൽ ആണെന്ന് കിട്ടി. സോ ദാറ്റ് മീൻസ് അഡിറ്റീവ് ഇൻവേഴ്സ് ഈസ് ഓൾവേസ് യുണീക്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, so this is the first property where we have to prove. And what about the second property? The second property states that, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. നമുക്ക് എന്താണ് എ എൻ എന്ന് പറയുന്നതും ബി എൻ എന്ന് പറയുന്നതും സി എൻ എന്ന് പറയുന്നതും ഇതിലെടുത്തു. നമ്മൾ 3 എണ്ണമാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്രാവശ്യം 2 എണ്ണമല്ല 3 എണ്ണമാണ് എടുക്കുന്നത്. കോൺഗ്രുവൻസ് ക്ലാസ്സിൽ നിന്ന് 3 കോൺഗ്രുവൻസ് ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തേക്കണേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഡീഷൻ, ഓക്കെ, ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ satisfies the following properties, or for any elements a n b n c n in zn we have the following properties that holds, that is associativity. അസോസിയേറ്റീവ് ആയിരിക്കും ഈ ക്ലാസ്സുകളുടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും ഇതിന്റെ അഡീഷനും
മൾട്ടിപ്ലിക്കേഷനും എന്ന് പറയുന്നത്. മൂന്നാമത്തെ പറയാനാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അഡീഷനിലും അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം, ജസ്റ്റ് പറഞ്ഞു പോവാം. ആൻഡ് അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് പറയുന്നത് an പ്ലസ് 0n എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും an ആയിരിക്കും. ആൻഡ് an ഡോട്ട് 1n എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് an. ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പ്രോപ്പർട്ടിയാണ് ഐഡന്റിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആൻഡ് അനദർ പ്രോപ്പർട്ടി ഇസ് ദാറ്റ് an പ്ലസ് മൈനസ് an is equal to 0n. ഓക്കെ, ഇതിനെ നമ്മൾ പറയും ഇൻവേഴ്സ് പ്രോപ്പർട്ടി. അതായത് ഏതൊരു ഇസഡൻ എടുത്താലും ഇത്തരം പ്രോപ്പർട്ടീസ് എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിന്റെ അഡീഷനിലും സബ് മൾട്ടിപ്ലിക്കേഷനിലും ഉണ്ട്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിന്റെ അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഉണ്ട്. അതേപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതും അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഉണ്ട്. ഐഡന്റിറ്റി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈ 5 പ്രോപ്പർട്ടീസും എന്തായാലും ഇസഡനിലുള്ള എല്ലാ എലമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി മാത്രം ഞാനിവിടെ പ്രൂവ് ചെയ്യാണ്. അതെന്താണെന്നുള്ളത് പറഞ്ഞ് പ്രൂവ് ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബൈ ദ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസ് ക്ലാസ് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് an ഇൻറ്റു bn പ്ലസ് cn. ആ രണ്ടെണ്ണം കൂടിയും ആഡ് ചെയ്തിട്ട് an കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണതിന് പകരം യു ക്യാൻ മൾട്ടിപ്ലൈ an വിത്ത് ഈച്ച് അതർ, an ഡോട്ട് bn പ്ലസ് an ഡോട്ട് cn. ദിസ് ഇസ് ദി പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. an ഡോട്ട് bn പ്ലസ് cn ഈസ് ഈക്വൽ ടു an ഡോട്ട് bn പ്ലസ് an ഡോട്ട് cn. ദിസ് ഇസ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു 5 പ്ലസ് 6 എന്ന് പറയുന്നതിന് യു ക്യാൻ റിട്ടേൺ ആസ് 5 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 6 ഇൻറ്റു 10 ഇങ്ങനെ എഴുതാൻ സാധിക്കും. ദിസ് ഇസ് എ നോർമൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ദാറ്റ് ഹോൾഡ്സ് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ a ഇൻറ്റു a പ്ലസ് ബി ഈസ് a സ്ക്വയർ പ്ലസ് ab എന്നൊക്കെ നിങ്ങൾ എഴുതുന്നത് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതേ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇസഡനിലും നമുക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ യു ക്യാൻ സി, കണ്ടോ, നമ്മൾ സാധാരണ നമ്പേഴ്സിൽ നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, 0 എന്ന് പറയുന്ന നമ്പറിന്റെ പ്രത്യേകത, 1 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷനിലുള്ള നമ്പറിന്റെ ഇമ്പോർട്ടൻസ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്റിജർ മോഡുലോ n എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ്സിലേക്കും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നമ്മൾ ഇതുപോലെ ഇവിടെ നമുക്ക് എലമെന്റ്സ് എന്താ, ഇവിടെ വി ആർ ഹാവിംഗ് എ കോൺഗ്രുവൻസ് ക്ലാസ്, വി ആർ ഹാവിംഗ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓർ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ നമ്പേഴ്സിനെ നമുക്ക് ഇതുപോലെ മാനിപ്പുലേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നു. നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നു. നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണ മാതിരി നമ്മൾ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ആ ഓപ്പറേഷൻസ് ഒക്കെ തന്നെ സാധാരണ അഡീഷന്റെയും മൾട്ടിപ്ലിക്കേഷന്റെയും പോലെ തന്നെ വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യാണ്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുള്ളത് കാണിക്കാനായിട്ട് നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അത് എന്നിട്ട് ഇവിടേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് നമുക്ക് ഡിഫൈൻ ചെയ്യണമെന്നുള്ളത് നമ്മൾ നോക്കും. അതിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്താം. ഓർ LHS ഈക്വൽ ടു RHS എന്ന് കാണിക്കുകയാണ്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസിന്റെ LHSൽ നമുക്കുള്ളത് എന്താണ്? LHS വി ഹാവ് an dot the congruence class an dot the congruence class bn into plus congruence class cn എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലേ. ബൈ ഡെഫിനിഷൻ ഓഫ് ദ addition of congruence class, this can be written as an into bn plus cn can be written as b plus c into n. ബൈ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി കോൺഗ്രുവൻസ് ക്ലാസിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രുവൻസ് ക്ലാസ്സിലുള്ള അഡീഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. an പ്ലസ് ബി എൻ ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എൻ ആണ്. സോ അതുവഴിയാണ് നമ്മളിവിടെ ഡെഫിനിഷൻ എഴുതുന്നത്. ബി പ്ലസ് സി എൻ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ സാധിക്കുന്നു. an ഡോട്ട് ബി പ്ലസ് സി എൻ എന്ന് പറഞ്ഞ്. ഓർ ഇനി നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ, എഗെയിൻ നമ്മൾ കണ്ട പോലെ മൾട്ടിപ്ലിക്കേഷൻ നമ്മളിവിടെ കണ്ടിരുന്നു അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു an ഡോട്ട് ബി എൻ ഈസ് ഈക്വൽ ടു എ ബി ഡോട്ട് എൻ. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം തന്നെ ഇവിടെ നമ്മൾ കാണുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് നമുക്ക് എഴുതാൻ സാധിക്കും?
എ ഡോട്ട് ബി പ്ലസ് സി ഇൻറ്റു എൻ എന്നാണ് നമുക്ക് ബൈ ഡെഫിനിഷൻ. ബിക്കോസ് എ എന്ന് പറയുന്നത് ഒരു നമ്പർ ഒരു കോൺഗ്രുവൻസ് ക്ലാസ്, ബി പ്ലസ് സി എൻ എന്ന് പറയുന്ന അടുത്ത കോൺഗ്രുവൻസ് ക്ലാസ്. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പർ ഇൻറ്റു ഈ നമ്പറാണ്, ദാറ്റ് ഈസ് എ ഡോട്ട് ബി പ്ലസ് സി ഇൻറ്റു എൻ. ബട്ട് എയും ബിയും സിയും ഒക്കെ ഇൻറ്റിജർ ഇസഡ് എന്നിലെ എലമെൻറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് എ ബി ആൻഡ് സി ആർ ഇൻറ്റിജേഴ്സ്. ഇതെല്ലാം ഇസഡ് എന്നിലെ എലമെൻറ്റ്സ് ആയത് കാരണം എയും ബിയും സിയും എല്ലാം എന്തായിരിക്കും? ഇൻറ്റിജേഴ്സ് ആയിരിക്കും അല്ലേ? These are all integers. So integersil നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വി ഓൾറെഡി നോ. നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾറെഡി ഇൻറ്റിജേഴ്സ് നമുക്ക് എപ്പോഴും അതേപോലെ തന്നെ 5 × 6 + 1 എന്ന് പറയുന്നതിന് നമുക്ക് 5 × 6 + 5 × 1 എന്ന് ഓൾറെഡി എഴുതാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് ബിക്കോസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ്സ് ഫോർ ഇൻറ്റിജേഴ്സ്. അത് ട്രൂ ആണ്. ബിക്കോസ് നമ്പേഴ്സിൽ നമുക്ക് ഓൾറെഡി അത് കാണിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? എ ബി പ്ലസ് ഓർ എ ബി പ്ലസ് എ സി എൻ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ സാധിക്കുന്നു അല്ലേ? ഇങ്ങനെ എഴുതാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറ്റും. പക്ഷെ ഇതെന്താണ്? എ ബി പ്ലസ് എ സി എൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്. എ ബി പ്ലസ് എ സി എൻ എന്ന് പറയുന്ന ലാസ്റ്റ് പ്രോപ്പർട്ടി. ദിസ് ഇസ് നത്തിങ് ബട്ട് എ ബി എൻ പ്ലസ് ബി എ സി എൻ അല്ലേ? എ ബി എൻ പ്ലസ് എ സി എൻ ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ LHS കഴിഞ്ഞിട്ട് നിങ്ങൾ RHS സ്റ്റാർട്ട് ചെയ്തോളൂ. ബട്ട് വി ഹാവ് ഇൻ RHS നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് LHS ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി RHS നമുക്ക് നോക്കാം. an ഡോട്ട് ബി എൻ പ്ലസ് an ഡോട്ട് സി എൻ. RHS നമുക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? വി ഹാവ് an ഡോട്ട് ബി എൻ പ്ലസ് an ഡോട്ട് സി എൻ. ഇതാണ് RHS നമുക്കുള്ളത്. an ഡോട്ട് സി എൻ എന്ന് പറയുന്നതാണ് നമുക്ക് RHS സോ ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് an ഡോട്ട് ബി എൻ? ദാറ്റ് ഈസ് എ ബി എൻ പ്ലസ് an ഡോട്ട് സി എൻ ഈസ് നത്തിങ് ബട്ട് എ സി എൻ അല്ലേ? an dot bn is nothing but acn. or but what is abn plus acn? that is ab plus acn. ഇതാണ് നമുക്ക് by definition of the by the definition of addition and multiplication. അഡീഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ്. എ ബി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an ഡോട്ട് ബി എൻ എന്ന് പറയുന്നത് എ ബി എൻ ആണ്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിൻ്റെ കോൺഗ്രുവൻസ് ക്ലാസ്. അതേപോലെ an ഡോട്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി എന്ന് പറയുന്ന നമ്പറിൻ്റെ കോൺഗ്രുവൻസ് ക്ലാസ്. ഇനി അഡീഷൻ എന്ന് പറയുന്നത് എ ബി പ്ലസ് എ സി ഡോട്ട് എൻ ആണ്. സോ ഇതാണ് അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയ എ ബി പ്ലസ് എ സി ഡോട്ട് എൻ, എ ബി പ്ലസ് എ സി എൻ. സോ ദാറ്റ് മീൻസ് LHS ഈക്വൽ ടു RHS എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. LHS ഈക്വൽ ടു RHS. സോ ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ്സ്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇതുപോലെ ഹോൾഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. സോ ഇതൊരു സിമ്പിൾ പ്രൂഫാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി, അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ പ്രത്യേകത, ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1Nൻ്റെ ക്ലാസ് 1Nൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് റിമൈൻഡ് ദീസ് തിങ്സ്, റിമെമ്പർ ദീസ് തിങ്സ്, ബിക്കോസ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ക്യാൻസലേഷൻ ലോ ഡസ് നോട്ട് ഹോൾഡ്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി. ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്നത് ഇവിടെ ഹോൾഡ് ചെയ്യുന്നില്ല. ക്യാൻസലേഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 × 2 + 3 = 6 × 5 + 0 അല്ലെങ്കിൽ 4 + 2 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ക്യാൻസൽ 6 ഫ്രം ഈച്ച് അതർ അല്ലേ? 5 + 4 + 1 നമുക്ക് 6ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ x × 1 + y = x × 2y എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സും ക്യാൻസൽ ചെയ്യുന്നു. ദിസ് ഇസ് ബൈ ദി ക്യാൻസലേഷൻ ലോ. ഇതാണ് ക്യാൻസലേഷൻ ലോ. ഇവിടെ ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യണം എന്നില്ല. ഏതില്? ഇസഡ്എന്നിൽ ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യണം എന്നില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൗണ്ടർ എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. 6 8. അതായത് Z8ലെ 2 എലമെൻറ്റ്സ് ആണ് 6 8ഉം 5 8ഉം. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 68.58 എന്ന് പറയുന്നത് എന്താണ്? 6 × 5 × 8 അല്ലേ? 6 × 5 8 എന്ന് പറയുന്നത് എന്താണ്? 6 × 5 is 30. സോ 38 ആണ്. 38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഉള്ള കോൺഗ്രുവൻസ് ക്ലാസ്. 30 ഉള്ള കോൺഗ്രുവൻസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 30നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. 30നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് റിമൈൻഡർ കിട്ടുന്നത്? 30നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 പോകും. സോ 6 8 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് അല്ലേ? ഓക്കെ, സോ 6 8 എന്ന് പറയുന്നതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. വാട്ട് അബൌട്ട് 68.18? 68.18 എന്ന് പറയുന്നത് എന്താണ്? 6 × 1 8 ആണ്. 6 × 1 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6 × 1 is 6 8. സോ 6 8 തന്നെയാണ്. സോ വി ഹാവ് 68.58. അതായത് Z8ൽ നമുക്ക് Z8 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 6 8ഉം
5 8 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂവും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ക്ലാസ്സും 6 8 1 8 മൾട്ടിപ്ലൈ ചെയ്യുന്ന ക്ലാസ്സും സെയിം ആണ്. പക്ഷേ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 5 8 1 8 സെയിം ആവും, വിച്ച് ഡസ് നോട്ട് ഹോൾഡ്സ്. കാരണം എന്താണ്, 5 8 1 8 ഒരിക്കലും സെയിം ആവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 8 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു 8 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 8 കോൺഗ്രുവൻസ് ക്ലാസ് ആണുള്ളത്. ഓക്കെ, നമുക്ക് 8 കോൺഗ്രുവൻസ് ക്ലാസ് ആണുള്ളത്. ഏതാണ് 8 കോൺഗ്രുവൻസ് ക്ലാസ് എന്ന് പറയുന്നത്? 1 ഉള്ള ഒരു കോൺഗ്രുവൻസ് ക്ലാസ്, 1 ഗ്രൂപ്പ് ലീഡർ ആയിട്ടുള്ള ഒരു കോൺഗ്രുവൻസ് ക്ലാസ്, 0 ഗ്രൂപ്പ് ലീഡർ ആയിട്ടുള്ള കോൺഗ്രുവൻസ് ക്ലാസ് ആണ് അവിടെ. 0 1 2 3 4 5 6 7 ഇത്രയും കോൺഗ്രുവൻസ് ക്ലാസ്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, 0-ന് അപ്പുറത്ത് എഴുതാം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട്. സോ ഇത്രയും ഗ്രൂപ്പ് ലീഡേഴ്സ് ആയിട്ട് വരുന്ന കോൺഗ്രുവൻസ് ക്ലാസ്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. 8 വന്നു കഴിഞ്ഞാൽ 8 ഇവിടെ വരും, പിന്നെ 9 10 11 ഇങ്ങനെയെല്ലാം ഈ ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം ഇതിനുള്ളിലാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ 16 ഇവിടെ വരും, 17 ഇവിടെ വരും, അങ്ങനെ പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ കോൺഗ്രുവൻസ് ക്ലാസ് എല്ലാ ഇൻഡിജേഴ്സും ഇതുപോലെ ഒരു കോൺഗ്രുവൻസ് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കോൺഗ്രുവൻസ് ക്ലാസ്സിലേ വരുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതൊക്കെയാണ് അവിടുത്തെ ഗ്രൂപ്പ് ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് 1 8 എന്ന് പറയുന്ന ക്ലാസ്സും ഇതാണ് 5 8 എന്ന് പറയുന്ന ക്ലാസ്സും. ഈ രണ്ട് ക്ലാസ്സുകളും എന്താണ്, സെയിം അല്ല. ഇത് രണ്ടും 2 ഡിഫറെന്റ് ക്ലാസ്സുകളാണ്. ഇത് 1ന്റെ ഗ്രൂപ്പ് ലീഡർ ആയിട്ട് വരുന്ന ക്ലാസ്സും 5 ഗ്രൂപ്പ് ലീഡർ ആയിട്ട് വരുന്ന ക്ലാസ്സും. പക്ഷെ 1 8 ഇൻറ്റു 6 8 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 6 8 1 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഗ്രൂപ്പ് തന്നെ കിട്ടും. 6 8 5 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഗ്രൂപ്പ് തന്നെ കിട്ടും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഈ ഒരു 8ന്റെ, അതായത് Z8ന്റെ കേസിലുള്ള നമുക്ക് ഗ്രൂപ്പ് ടേബിൾ ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ ഗ്രൂപ്പ് ടേബിൾ, ഈവൻ ഓഡിന്റെ ഗ്രൂപ്പ് ടേബിൾ നമ്മൾ ചെയ്തിരുന്നു. 1 8, അതേപോലെ 0 8 1 8 2 8 ഇങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ വലിയ 8 എടുക്കാതെ വേണമെങ്കിൽ നമുക്കൊരു Z3 അല്ലെങ്കിൽ Z4 ഒക്കെ വെച്ചിട്ടുള്ള ഗ്രൂപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ടേബിൾ പോലെ അതിൻ്റെ ഓപ്പറേഷൻസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ അഡീഷനും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും നിങ്ങൾ ഓൾറെഡി ഈവൻ ആൻഡ് ഓഡിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കൺസെപ്റ്റിനെ നമ്മൾ വിപുലീകരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് നമ്മൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും വരുന്നുണ്ട്, നമുക്കിങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു കേസുകൾ വരുന്നുണ്ട്. നമുക്ക് എന്താണ് ഓപ്പറേഷൻ ടേബിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ളത് വരുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ആ ഓപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസുകൾ അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ്റെ വ്യത്യാസം, ഇതിലെ എലമെൻസുകൾ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കോളൂ. സോ ഇതാണ് ക്യാൻസലേഷൻ ലോ ഹോൾഡ് ചെയ്യില്ല. അതായത് നമുക്ക് ഇത് ഇങ്ങനെ 2 എണ്ണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണ്, പക്ഷേ ഇത് രണ്ടും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് അറ്റർ എന്താ പറയുക മിസ്റ്റേക്ക്. ഇതൊരു ഭയങ്കര വലിയ മിസ്റ്റേക്കാണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 8 1 8 ഈക്വൽ ആവും, വിച്ച് ഡസ് നോട്ട് ഹാപ്പൻ ബിക്കോസ് ദിസ് ഇസ് 1 8 ആൻഡ് ദിസ് ഇസ് 5 8. ദേ ആർ 2 ഡിഫറെൻറ്റ് ക്ലാസ്സസ്. സോ ആ 2 ക്ലാസ് ഈക്വൽ ആയിട്ട് വരില്ല. സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസിന് ഇമ്പോർട്ടൻസ് വരുന്നത് പതിയെ നമ്മൾ ഗ്രൂപ്പിലേക്ക് പോകുമ്പോഴാണ്. ഗ്രൂപ്പ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.